ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഇപ്പം 2 ദിവസമായി. ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 28-ാം തീയതിയാണ് ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത്. അപ്പം രാവിലെ 8:25 ബസ് ഉണ്ടായത്. അപ്പം വീട്ടിൽ നിന്ന് നേരെ തന്നെ ഇറങ്ങി ഓട്ടോയിലാണ് KSRTC സ്റ്റാൻഡിലേക്ക് എത്തിയത്. അപ്പോൾ ഉമ്മയും ഇപ്പയും അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു യാത്ര അയക്കാൻ. പിന്നെ ബസ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ബസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എത്തുന്നവരെ ഒരു ബോറും അടിച്ചില്ല. ഭയങ്കര കംഫർട്ടായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് ബാക്ക് പെയിനോ ഹെഡ് ഏക്കോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സാധാ ബസ്സിൽ വന്നാൽ ഇതൊന്നല്ല, നല്ല ബാക്ക് പെയിനും ക്ഷീണമൊക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യം AC എടുത്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല. പിന്നെ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ ടൂറായിട്ടല്ല കേട്ടോ ബാംഗ്ലൂരിലേക്ക് വന്നത്. ഇത് ഇനി ഡെയിലി ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവാണ്. അങ്ങനെ അവിടുന്ന് ഞാനൊരു 8:30 ഒക്കെ ആകുമ്പോൾ ബസ് എടുത്തു. പിന്നെ ചുരം എത്തിയപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു അരമണിക്കൂർ 15 മിനിറ്റൊക്കെ ലേറ്റ് ആയിട്ടുള്ളൂ ഇവിടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ബ്ലോക്കൊക്കെ ആയപ്പം കുറച്ച് ബോറടിച്ചിട്ട് ബസ് നിൽക്കുക തന്നെ, നീങ്ങുന്നേ ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ എല്ലാവരും അവിടുന്ന് ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഓരോന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നപ്പോൾ എനിക്ക് വിശന്നിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ വാങ്ങി വെച്ച ചിപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 11:30 ഒക്കെ ആകുമ്പം ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ടീ ടൈം ആയിരുന്നു. അവിടെ ഞാൻ ചായ കുടിച്ചില്ല, ഒരു കായപ്പം വാങ്ങി കഴിച്ചു. അപ്പോൾ അടുത്തുള്ള ബസ്സിൽ ആരോ വാങ്ങി വെച്ച ഭക്ഷണം കുരങ്ങ കഴിക്കുന്നുണ്ട്. അപ്പം ബസ്സിലിങ്ങനെ വെയിറ്റ് ചെയ്തു. ബസ് നിർത്തിയിട്ടതാണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് ഫുഡ് കഴിക്കാൻ പോയതാണ്. പിന്നെ അവിടുന്ന് ബസ് എടുത്തു. ഏകദേശം നമ്മളെ കേരളമൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങി. കണ്ടാൽ മനസ്സിലാവല്ലോ ഒരു വ്യത്യാസം. ഓരോ സ്ഥലത്തെത്തുമ്പോഴോ ഓരോ മുഖച്ഛായയാണ് കേട്ടോ നാടിന്. അപ്പോൾ മനസ്സിലാവും കേരള കഴിഞ്ഞു എന്നുള്ളത്. അപ്പം ആക്ച്വലി മുത്തങ്ങ ഫോറസ്റ്റൊക്കെ കേരളയിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. എന്തായാലും ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ആനനെയും കണ്ടില്ല, പൂച്ചനെയും കണ്ടില്ല, ഒരു കുരങ്ങിനെ പോലും ഞാൻ ആ ഫോറസ്റ്റിൽ കണ്ടില്ല. അപ്പം ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ കുറച്ച് ചാർജ് കുറഞ്ഞപ്പം ചാർജ് കുത്തിയിട്ടു. പിന്നെ ഒരു ബിങ്കോ കഴിച്ചു. പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ പ്രകൃതി എന്ത് ഭംഗിയാണ്. അപ്പോൾ അധികം ഫോണിൽ കളിച്ചിരുന്നിട്ടൊന്നുമില്ല. ഞാൻ ഫോണിൽ ഈ വീഡിയോ എടുക്കാനല്ലാണ്ട് റീൽസ് കാണുക, അല്ലാണ്ട് വേറെ വീഡിയോസ് കാണുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പം ബസ് ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ. അപ്പോഴും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പും ഉണ്ടായിരുന്നില്ല, ഒരു ബോറടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് ചോക്ലേറ്റ് മുട്ടായിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ അത് കഴിച്ചുകൊണ്ട് ഈ പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് ബസ് ഇരുന്നു. പിന്നെ 20 മിനിറ്റ് എന്താണ് അവിടെ നിർത്തിയത്. പിന്നെ ഞാനിതാ ഒരു തേങ്ങൻ്റെ മുട്ടായി അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. 2 എണ്ണം വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി വാങ്ങി വെക്കായിരുന്നു എന്ന്. ഞാനത് കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്നൊരു 30 മിനിറ്റോ 45 മിനിറ്റും കൂടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എത്താൻ. ഞാൻ ബാംഗ്ലൂരല്ല ഇറങ്ങിയത്, ഞാൻ മൈസൂരാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് എന്നെ കൂട്ടാൻ വരികയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് ബോഗൺവില്ലയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം മൈസൂരൊക്കെ എത്താനായെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എത്തി. അപ്പം ബസ് നേരെ ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സായിരുന്നു. അപ്പോൾ മൈസൂർ ഞാനും വേറൊരാളും കൂടി ഇറങ്ങാനുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുറച്ചേരം ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സംഭവം 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിച്ചില്ല, ആളും ഫുഡ് കഴിച്ചില്ല. അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് കഴിച്ചു. എന്നിട്ട് ബൈക്കിലാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബൈക്കിൽ വന്നു. ബാക്കിൽ ഓട്ടോയിൽ ലഗേജ് കൊടുത്തയച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം.
അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ. പിന്നെ അന്ന് പുലർച്ചയ്ക്ക് തന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് സ്ഥലം മാറിക്കിടന്നത് കൊണ്ട് അത്ര ഉറക്കം കിട്ടിയില്ല. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീച്ചു. എന്നിട്ട് വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ലിസ്റ്റ്. പക്ഷേ ആ ലിസ്റ്റ് സാധനം വാങ്ങാൻ പോകുമ്പോൾ എടുക്കാൻ മറന്നുപോയി, ആസ് യൂഷ്വൽ. അപ്പം എപ്പോഴും നടക്കുന്ന കാര്യമാണ് കേട്ടോ. അത് എല്ലാം എഴുതി വെക്കും, പക്ഷെ ആ പേപ്പർ അറ്റ് ലാസ്റ്റ് എടുക്കാൻ മറക്കും. അപ്പോൾ ഇതാ ഇവിടെ പുലർച്ചക്ക് 4:30 5:30 ഞാൻ 5:30ക്കാണ് ഇരിക്കുന്നത് പുറത്ത്. ആരും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ആ തന്നെ കയറി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതായത് മാർച്ച് 1. അപ്പം കുറച്ച് ക്ലീനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പൊടിയൊന്നും ഇല്ലാത്ത റൂമിലാണ് അന്ന് നൈറ്റ് കിടന്നത്. അന്ന് വേറെ ക്ലീനിങ് പരിപാടിയൊന്നും എടുത്തിട്ടില്ല. വണ്ടീൻ്റെ ഒച്ച. ഇവിടെ 2 ബെഡ്റൂമാട്ടോ ഉള്ളത്. ഒന്നിതാ ഈ ചെറുതും, ഇവിടെയാണ് ഞാൻ ഒരു ദിവസം കിടന്നത്. പിന്നെ ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വലിയ റൂമിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ ആദ്യം ആൾക്കാർ താമസിച്ചിട്ടുണ്ട്. ആദ്യം എന്നല്ല, ഞാൻ വരുന്നതിൻ്റെ തലേന്ന് വരെ ഇവിടെ ആൾക്കാർ താമസിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് മെസ്സാണ് കേട്ടോ. എല്ലാവരും ജീവിക്കുന്ന രീതി വേറെയാണല്ലോ. ചിലവർക്ക് നല്ല വൃത്തി ഉണ്ടാകും, ചിലർക്ക് അത്ര വൃത്തി ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും ജീവിച്ചു പോവുകയായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് നീറ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ അവിടെ നിൽക്കാൻ. അപ്പോൾ അന്ന് ഈവനിങ്ങും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. കുറേ സാധനങ്ങൾ വാങ്ങാനൊന്നും ഇല്ലേനും, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനും. പിന്നെ അരി, ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ കാര്യമായിട്ട് വാങ്ങാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ അതൊക്കെ ആദ്യമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മുകളിൽ, ഞങ്ങൾ 3rd ഫ്ലോറിലാണ്, പിന്നെ മുകളിലോട്ടേക്ക് ടെറസാണ് കേട്ടോ. അപ്പോൾ ടെറസൊക്കെ ഒന്ന് പോയി കാണാമെന്ന്. അപ്പോൾ ടെറസിലേക്ക് പോയപ്പം സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഓപ്പൺ ടെറസാണ്. ഇന്നലെ വന്നപ്പം ഫുള്ള് ഇങ്ങനെ ആലോചിക്കുന്നു, എവിടുന്നാ തിരുമ്പാന്ന്. വാഷിംഗ് മെഷീനും ഇല്ല. പിന്നെ ബാത്റൂമിലിട്ട് തിരുമ്പുന്നത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. എന്തായാലും ക്ലീൻ ആവില്ലല്ലോ. അപ്പം ടെറസിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ ടെറസിൻ്റെ മുകളിലുണ്ട് കേട്ടോ തിരുമണ കല്ലൊക്കെ. അത് കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ഇരുന്ന് തിരുമ്പാം. അപ്പോൾ അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലത്തെ പോലത്തെ തിരുമ്പുന്ന കല്ലല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. താന്നിട്ടാണുള്ളത്. നമ്മൾ ഇരുന്നിട്ട് തിരുമ്പാൻ പറ്റും അതിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി റമദാൻ സ്റ്റാർട്ടാവാണ്. അപ്പം വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു.